ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ നിന്നാണ് സ്നേഹം ഉള്ളത്. ദൈവം വെളിച്ചമാണ്, അല്ലെ? വെളിച്ചം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം ഉണ്ടാകണമെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. പിശാചിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, ഈ ലോകത്തിന് സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഫെയ്ത്തിൽ നിന്ന്, ഒരു ഗുഡ് കോൺഷ്യസിൽ നിന്ന്, അല്ലെ, നല്ല മനസ്സാക്ഷിയിൽ നിന്ന്, പ്യുവറായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം, അല്ലെ, അതോടൊപ്പം തന്നെ ദൈവവിശ്വാസവും, അതാണ് നമ്മളെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവത്തെ പറ്റിയാണ്, അല്ലെ? നമുക്ക് നമ്മുടെ ഹൃദയം പ്യുവർ ആകുന്നത്, നമ്മുടെ ഹൃദയം നല്ലതാകുന്നത്, നമുക്ക് നല്ല മനസാക്ഷി ഉണ്ടാകുന്നത്, അല്ലെ, നമുക്ക് നല്ല അടിയുറച്ച വിശ്വാസം ഉണ്ടാകുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാത്രമാണ്, അല്ലെ? ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഉള്ളൂ യേശുവിനെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കത്തുള്ളൂ. യേശുവിന്റെ ഹൃദയമാണ് ഏറ്റവും പ്യുവറായിട്ടുള്ളത്. യേശുവിന്റെ സ്വഭാവമാണ് ഏറ്റവും പ്യുവറായിട്ട്, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. അതേ സ്വഭാവം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് യേശു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും, യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും, അല്ലെ, ഇന്ന് എങ്ങനെയായിരിക്കുന്നു അതുപോലെ നമുക്ക് ആയിത്തീരാനും ഒക്കെ സാധിക്കത്തുള്ളൂ, അല്ലെ? യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം, നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചർച്ചകളിലൊക്കെ പഠിപ്പിക്കുന്നത്, അല്ലെ, അത് എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ വളരെയധികം കോൺഷ്യസ് ആയിരിക്കും, അല്ലെ? നമ്മൾ എന്താണ് കേൾക്കുന്നത്, എന്ത് തരത്തിലുള്ള ഡോക്ട്രിൻസ് ആണ് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വളരെയധികം കോൺഷ്യസ് ആയിരിക്കുക. വചനത്തിൽ വേരൂന്നിയവരായിരിക്കും, അല്ലെ? വചനം നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ വളരെയധികം ഉണ്ടാകട്ടെ, അതാണ് പിതാവ് നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. മുമ്പോട്ട് പോകുന്ന മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു. കർത്താവ് അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, അങ്ങയുടെ സ്വഭാവം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവെ. അങ്ങേനെ പോലെ ആയിത്തീരണം ഞങ്ങൾ എന്നാണല്ലോ പിതാവിൻ്റെ ആഗ്രഹം. അതിനായിട്ട് തന്നെ കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്, ഞങ്ങൾ അങ്ങിലേക്ക് വരട്ടെ കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്. ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ഹൃദയവും എല്ലാം അങ്ങയുടേതുപോലെ തന്നെ ആയിരിക്കട്ടെ യേശുവേ. അങ്ങനെ പോലെ തന്നെ ആട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡ്, ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം കർത്താവെ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ കർത്താവെ. അങ്ങയുടെ വചനം കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ കർത്താവെ. അങ്ങയുടെ വചനം ഞങ്ങളെ ക്ലീൻ ആക്കട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ കർത്താവെ. താങ്ക് യു സോ മച്ച് പിതാവെ. അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു സോ മച്ച് പിതാവെ. അങ്ങേക്കായിട്ടും അങ്ങയുടെ മകനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിന്ന് ഒന്നാമത്തെ തിമോത്തിയിലേക്ക് പോകാം. ഒന്നാമത്തെ തിമോത്തിയുടെ തിമോത്തിയോസിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന് 3 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. പോളിന്റെ ലെറ്റർ, അല്ലെ, 3 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണം എന്നു ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉപദേശമോ ഹൃദയശുദ്ധം, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി വ്യഥാവാദത്തിലേക്ക് തിരിഞ്ഞു. ധർമ്മോപദേഷ്ടകന്മാരായി ഇരിപ്പാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കുന്നു ഇല്ലതാനും. അപ്പൊ ഇത് തിമോത്തിക്ക് പോൾ എഴുതുന്ന ലെറ്റർ. തിമോത്തി എഫേസസ് ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഇരിക്കുന്ന സമയത്ത്, അല്ലെ, എഴുതുന്ന ഒരു ലെറ്റർ. അപ്പൊ നമുക്കറിയാം തിമോത്തിയും പോളും തമ്മിലുള്ള ബന്ധം മകനും പിതാവും പോലുള്ള ഒരു ബന്ധം, അല്ലെ. അപ്പോ തിമോത്തിയോട് വലിയ താല്പര്യമായിരുന്നു പോളിന്. അപ്പോ തന്റെ സ്പിരിച്വൽ മകനായിട്ടുള്ള തിമോത്തിക്ക് എഴുതുന്ന ലെറ്റർ എഫേസസ് ചർച്ചിലാക്കി വെച്ചിരിക്കുന്നു. തിമോത്തിനെ എഫേസസ് ചർച്ചിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് സ്ഥാപിച്ചെടുത്ത ചർച്ച് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഡോക്ടറാണ്. എഫേസസ് ചർച്ചിലേക്ക് നമുക്കറിയാം പോൾ എഴുതിയിരുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡോക്ടറിൻ, അല്ലെ. നമ്മളുടെ എന്താ പറയുക, നമ്മൾ ആരാണെന്നും യേശുക്രിസ്തുവിൽ ആരാണെന്നും നമ്മൾ എങ്ങനെയായിരിക്കണമെന്നും, അല്ലെ, അതിനെപ്പറ്റി എല്ലാം എഫേസർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്, അല്ലെ. ദൈവത്തിന് തൻ്റെ മണവാട്ടിയായിട്ടുള്ള ചർച്ചിനോടുള്ള സ്നേഹത്തെ പറ്റിയും ഹസ്ബൻഡും വൈഫും എല്ലാം
എങ്ങനെയായിരിക്കണമെന്നും നമ്മൾ ദൈവത്തിന്റെ ആർമർ നമ്മൾ ധരിക്കേണ്ടതിനെ പറ്റിയെല്ലാം വളരെ വിശദമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു ലെറ്റർ എഴുതിയിരിക്കുന്ന ചർച്ചാണ്. അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ചർച്ചായിരുന്നു എഫേസസിലുള്ള ചർച്ച എന്ന് ചുരുക്കം. പക്ഷെ അതേ ചർച്ച തന്നെ. അപ്പൊ ആ ചർച്ചിനെ പറ്റി പറയുവാണെങ്കിൽ അവിടുത്തെ എന്താ പറയാ പാസ്റ്ററായിട്ട് തിമോത്തിയും അല്ലെ, അപ്പോസ്റ്റലനായിട്ട് പോളും, പിന്നെ എന്താ പറയുക അവിടെ അപ്പോസ്റ്റൽ ജോൺ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മേരി അല്ലെ, മേരി ജീസസിന്റെ മദറായിരുന്ന മേരി കുറച്ചു നാൾ അവിടെ ഉണ്ടായിരുന്നു പറയുന്നു. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ചർച്ചാണ് എഫേസസ് ചർച്ച് എന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് റെവലേഷനിലേക്ക് വരുമ്പോ ആദ്യമേ തന്നെ എഫേസസ് ചർച്ചിനെ പറ്റിയാ പറഞ്ഞത്, നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു എത്രയോ വലിയൊരു നിലയിൽ നിന്ന് താഴേക്ക് വന്ന ഒരു ചർച്ചാണ്. അപ്പൊ ആ ചർച്ചിന് ആ വാർണിംഗ് ജോൺ വഴി കൊടുത്തതിന് ശേഷം ഒരു 50 വർഷത്തിന്റെ ഇടയ്ക്കല്ല 50 വർഷത്തിന് ശേഷം ആ ചർച്ച് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയി എന്നുള്ളതാണ് തിയോളജിയന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ്, പോള് പറയുവാണ്, അന്യതയെ ഉപദേശിക്കരുതെന്നോ വിശ്വാസം എന്ന വ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെ മന്ദമില്ലാത്ത വംശാവലികളെ ശ്രദ്ധിക്കരുതെന്നോ ചിലരോട് ഉപദേശിക്കേണ്ടതിന് നിന്നെ ഞാൻ എഫേസോസിൽ താമസിക്കണം എന്ന് ഞാൻ മക്കദോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചപ്പോൾ ഇപ്പോഴും ചെയ്യുന്നു. അപ്പൊ തിമോത്തിനെ പോൾ അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ശരിയല്ലാത്ത രീതിയിലുള്ള പഠിപ്പിക്കുന്ന പല ആൾക്കാരും ഉണ്ട് എന്ന് ചുരുക്കം അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുക ദൈവവിശ്വാസം വളർത്തുന്ന രീതിയിലല്ലാത്ത ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഡോക്ടറിനുകൾ പഠിപ്പിക്കുന്ന ആൾക്കാർ, റോങ് ആയിട്ടുള്ള ഡോക്ടറിൻ പഠിപ്പിക്കുന്ന ആൾക്കാർ ചർച്ചിന്റെ അകത്തുണ്ട്. ഇപ്പൊ പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഫേഷ്യർ എന്താ പറയാ എൽഡേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആക്സ് 20-ലേക്കൊക്കെ ചെല്ലുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20-ലേക്ക് ഇതൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അവിടെ തന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ചെന്നായ്ക്കൾ പൊങ്ങി വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്ന വെച്ച് കഴിഞ്ഞാല്, ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മക്കളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പിശാച് അവിടെ വെറുതെ ഇരിക്കില്ല, അവനും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. പക്ഷെ എന്ന് വെച്ചാലും ദൈവം തുടങ്ങിയ ഒരു കാര്യം ദൈവത്തിന് അറിയാം അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന്. പിശാച് എത്രമാത്രം അടിച്ചെന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ചർച്ചിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവന്റെ ഒരു വർക്കും നടക്കത്തില്ല. ഗേറ്റ്സ് ഓഫ് ദ ഹെൽ വിൽ നോട്ട് പ്രിവെയിൽ എഗെയിൻസ്റ്റ് ദ ചർച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ ചർച്ചിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. അത് പിശാച് എന്തൊക്കെ എന്ന് പറഞ്ഞാലും നടക്കത്തില്ല. പക്ഷെ എന്നാൽ അവന് അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ ഇതേ ചർച്ചിൽ കുറെ ആളുകൾ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഡോക്ട്രിൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് തന്നെ ഗലാത്യർക്ക് എഴുതിയ ഗലേഷ്യൻ ചർച്ചിലേക്ക് എഴുതിയ ലെറ്ററിലും പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഞങ്ങളോ അല്ലെങ്കിൽ മാലാഖമാർ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ഡോക്ടറല്ല വേറെ ഒരു ഡോക്ടറും പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അത് കൈക്കൊള്ളുകയും ചെയ്യാതെ അത് അങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാര് ശപിക്കപ്പെട്ടവരാണ്, കേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയുണ്ട്. പിന്നെ നമുക്കറിയാം പീറ്ററും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പത്രോസ് വഴി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 15-ലേക്ക് പോകുമ്പോൾ അല്ലെ, അന്ന് ജെറുസലേമിലെ ആദ്യത്തെ ജനറേഷൻ ചർച്ചിൽ നിന്ന് വരെ ആൾക്കാർ വന്നിട്ട് സർക്കംസിഷൻ വേണം, സാൽവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെ, പരിച്ഛേദനം ആവശ്യമാണ്, എന്താ പറയാ വീണ്ടും ജനനത്തിനൊക്കെ ഉള്ള സാൽവേഷനൊക്കെ ഉള്ള തരത്തിലുള്ള വർത്താനൊക്കെ പറയുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു അന്ന് തന്നെ ആ ഒരു ജനറേഷൻ പോളും പീറ്ററും ഒക്കെ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ റോങ് ആയിട്ട് തെറ്റായിട്ടുള്ള ഡോക്ടറിൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു ചർച്ചിൽ എന്ന് ചുരുക്കം. അപ്പൊ അങ്ങനെയാകുമ്പോ ഇന്ന് എത്രമാത്രം ആൾക്കാരുണ്ടാകും എന്ന് വിചാരിച്ചു അല്ലെ. ഇന്ന് അവിടെ കുറച്ചേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ, ഇപ്പം മിക്കവാറും ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന് ചുരുക്കം അല്ലെ. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെല്ലാവരും നമ്മുടെ ചർച്ചകളൊക്കെ താഴ്ന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുക, തിമോത്തിയോട് പറയുവാണ് പോള്, നീ എഫേസസിലായിരിക്കണം, ഇങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ട് അത് പഠിപ്പിക്കാൻ സമ്മതിക്കരുത് അല്ലെ. ഇത് ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും എന്നിവയിൽ നിന്ന് ഉളവാകുന്ന സ്നേഹം. അപ്പൊ ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്
എന്താ പറയാ ഒരു കാര്യമാണ് അല്ലെ. എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ദൈവം യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള ഹൃദയമുള്ള ഒരൊറ്റ വ്യക്തിയെ ലോകത്തുള്ളൂ, അന്ന് ഇന്നുമുള്ളൂ അല്ലെ, യേശുക്രിസ്തു അല്ലെ. പിന്നെ നല്ല മനസ്സാക്ഷിയുള്ള അവന് മാത്രമാണ് നിർവാജ്യമായിട്ടുള്ള വിശ്വാസം അല്ലെ, ഒരു വ്യാജമില്ലാത്ത ഒരു കലർപ്പില്ലാത്ത വിശ്വാസം യേശുക്രിസ്തുവിനാണ്. അതേ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആയിത്തീരുക എന്നുള്ളതാണ് നമ്മളെ പറ്റിയുള്ള പിതാവിന്റെ ആഗ്രഹം. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം അല്ലെ, അതിനെപ്പറ്റി മാത്രമാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. യേശു എന്ന് പറഞ്ഞ സ്നേഹമാണ്, അവന്റെ ഹൃദയം എന്ന് പറഞ്ഞ സ്നേഹമാണ്. അതേപോലെ നിർവ്യാജമായിട്ടുള്ള വിശ്വാസത്തിൽ നിന്നുള്ള ഒരു സ്നേഹം, ദൈവത്തോടുള്ള വിശ്വാസം അല്ലെ, ഒരു കളങ്കവും ഇല്ലാത്ത വിശ്വാസം അല്ലെ, നല്ല മനസ്സാക്ഷി, പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം, ദൈവത്തിലുള്ള വിശ്വാസം. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. ദൈവത്തോടുള്ള വിശ്വാസം വ്യാജമായിട്ട് ഒരു തെറ്റുമില്ലാത്ത ഒരു വ്യാജമായിട്ട് ഒരു കാര്യമില്ലാത്ത വിശ്വാസം, അടിയുറച്ച വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. അതോടൊപ്പം തന്നെ ആ ഒരു പ്യുവർ ആയിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് അല്ലെ, ഒരു ജെന്യുവിൻ ആയിട്ട് നിർവ്യാജമായിട്ടുള്ള വിശ്വാസം, ജെന്യുവിൻ ആയിട്ട് സിൻസിയർ ആയിട്ടുള്ള ഫെയ്ത്ത്, ആ സിൻസിയർ ആയിട്ടുള്ള ഫെയ്ത്തിൽ നിന്ന് നല്ല മനസ്സാക്ഷി അല്ലെ, ഗുഡ് കോൺഷ്യൻസിൽ നിന്നുള്ള ആ ഒരു സ്നേഹം അല്ലെ, അതാണ് ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ ഡോക്ടറിൻ തന്നിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഗോസ്പൽ നമുക്ക് തന്നിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം വെളിപ്പെട്ട ദൈവത്തിന്റെ ഹൃദയമാണെങ്കിൽ, ദൈവത്തിന്റെ ഹൃദയം എന്നുള്ളത് എന്താണ്? യേശുക്രിസ്തു ആണ് അല്ലെ. ദൈവത്തിന്റെ റൈച്ചസ്നെസ് അല്ലെ, ആരാണ്? യേശുക്രിസ്തു. ദൈവത്തിന്റെ സ്നേഹം യേശുക്രിസ്തു ആണ്. ദൈവത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആണ്. നമുക്കറിയാം, ജനസീസ് തൊട്ട് റെവലേഷൻ വരെ, ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ കാണിച്ചു തരുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ പറ്റി മാത്രം അല്ലെ. ആ യേശുവിന്റെ ഹൃദയം, യേശുവിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിതാവിന്റെ ഹൃദയമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. യേശു എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെ എക്സ്പ്രസ് ചെയ്തിരിക്കും, തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് യേശുക്രിസ്തു. ആ പിതാവിന്റെ ഹൃദയമായിട്ടുള്ള യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിലൂടെയാണ് ഹോളി സ്പിരിറ്റ് ഗോഡ് ലോകത്തിലേക്ക് വരുന്നത്. ഹോളി സ്പിരിറ്റ് ഗോഡ് ഒറ്റ കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ അല്ലെ, ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യത്തുള്ളൂ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ വെളിപ്പെടുത്തുക. അതിപ്പോ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ മനുഷ്യരെ സുഖപ്പെടുത്തുന്ന വഴിയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ ഡീമൺസിനെ മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഓടിക്കുന്ന വഴിയായിരിക്കാം, അല്ലെങ്കിൽ മരിച്ച ആളെ ഉയർത്തെഴുന്നേക്കുന്ന വഴിയായിരിക്കാം അല്ലെ, കണ്ണ് കാണാത്ത ആൾക്ക് എന്താ പറയാ കുരുടനെ കാഴ്ച കൊടുത്തോണ്ടായിരിക്കാം അല്ലെ, വചനം പഠിപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം. എന്ത് കാര്യം എന്ന് പറഞ്ഞാലും ഹോളി സ്പിരിറ്റ് ഗോഡ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമുള്ളൂ, യേശു ക്രിസ്തുവിനെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരിക. അവന്റെ സ്നേഹത്തെ, അവന്റെ പരിശുദ്ധമായിട്ടുള്ള സ്നേഹത്തെ, ക്രോസ് ഓഫ് കാൽവരിയിൽ എന്താണ് നമുക്ക് വേണ്ടി അവൻ ചെയ്തത് എന്നുള്ളതിനെ പറ്റി മാത്രം എന്താണ് വെളിപ്പെടുത്തി തരുക ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു വെളിപ്പെടുത്തൽ അല്ലെ, വചനം വഴി വെളിപ്പെടുത്തുന്നത്, അതിനെ എല്ലാത്തിനും എതിരായിട്ട് ഉള്ള തരത്തിലുള്ള ഡോക്ടറിനുമായിട്ട് പല ആൾക്കാരും ചർച്ചകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അവരെ വിശ്വസിച്ചുകൊണ്ട് പലരും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുക തന്നെ ചെയ്യുമെന്നാണ് ഇതേ തിമോത്തിയിൽ തന്നെ 4-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അവസാന കാലമാകുമ്പോൾ അല്ലെ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളെ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ചു പോഷ്കു പറഞ്ഞവരെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന ആത്മാവ് വെളിവായി പറയുന്നു. അപ്പൊ ആത്മാവ് പറയുന്നു എന്നാണ് പോൾ എഴുതിയിരിക്കുന്നത്. പോളിന്റെ സ്വന്തമായിട്ട് ഉള്ള കണ്ടെത്തലല്ല, ആത്മാവ് പറയുവാണ് പലരും അവസാനത്തെ കാലത്ത് വിശ്വാസത്തിൽ നിന്ന് പോകും. അപ്പൊ അത് എങ്ങനെയാണ് വിശ്വാസം നമ്മൾ പോകാനുള്ള കാരണം എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? വ്യാജ ആത്മാക്കളുടെ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ചു ഡോക്ടർ ഓഫ് ദി ഡീമൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഓഫ് ദി ഡീമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഡിസീവിങ് സ്പിരിറ്റുകളെയും ഡോക്ടർ ഓഫ് ദി ഡീമൻസിന്റെ എന്താ പറയുക ഡോക്ടറിനെയും ആശ്രയിച്ചുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് പലരും വിശ്വാസത്തിന് പോകും അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ഡോക്ടർ ഓഫ് ഡീമൻ എന്ന് ഡീമൻസ് പറഞ്ഞാൽ ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവിന്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും യേശുക്രിസ്തു ആരെന്നുള്ളതിനും എതിരായിട്ട് എന്തൊക്കെ പറഞ്ഞെന്ന് വെച്ചാലും അല്ലെ, അതെല്ലാം പിശാചിന്റെ ഉപദേശം തന്നെ, ഭൂതങ്ങളുടെ ഉപദേശം തന്നെയാണ് അല്ലെ. അവൻ നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് ക്രോസ് ഓഫ് കാൽവരിയിൽ എന്നുള്ളതിനെ പറ്റി അല്ലെ, അതിനെ എതിരായിട്ട് നിൽക്കുന്ന സകലതും അല്ലെ, ഈ ലോകത്തുള്ള സകല വിധത്തിലുള്ള ഡോക്ടറിലും അതെല്ലാം പിശാചിന്റെ ഡോക്ടറിൻ ആണ്
അല്ലെ? നമുക്കറിയാം നമുക്ക് സാൽവേഷൻ കിട്ടിയിരിക്കുന്ന അവന്റെ യേശുക്രിസ്തുവിന്റെ ഫ്രീ ഗിഫ്റ്റ് ആണ് അല്ലെ? പാപത്തിന്റെ കൂലി എന്ന് പറഞ്ഞ മരണമാണ്. പക്ഷെ ദൈവം തന്റെ ഗ്രേസ് കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇറ്റേണൽ ലൈഫാണ്. അത് ഫ്രീ ഗിഫ്റ്റ് ആണ്. ഫ്രീ ആയിട്ട് റൈച്ചസ്നെസ് തന്നിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് തന്നിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് ദൈവത്തിന്റെ സ്നേഹം തന്നിരിക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ ഗ്രേസിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യമാണ് അല്ലെ? അതിന് എതിരായിട്ട് നിൽക്കുന്ന എന്ത് തരത്തിലുള്ള ഡോക്ടറിനാന്ന് പറഞ്ഞാലും അത് ഡീമൻസ് കൊണ്ടുവരുന്ന ഡോക്ടറിനാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അല്ലെ, ഇവിടെ തിമോത്തിയോട് ഇവിടെ പോള് പറയുവാണ്, ഇങ്ങനെ അന്യത ഉപദേശിക്കുന്ന വ്യക്തികൾ ഉണ്ട് ചർച്ചയിൽ അല്ലെ? അന്യത ഉപദേശിക്കുന്ന വ്യക്തികളുടെ വിശ്വാസത്തിൽ, ദൈവവിശ്വാസത്തിൽ മനുഷ്യർ ഉറപ്പിക്കാത്ത രീതിയിലുള്ള ഡോക്ടർമായിട്ട് വരുന്ന പലരും ഉണ്ട് ചർച്ചിന്റെ അകത്ത്. അവരെ ഒന്ന് നിലയ്ക്ക് നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വംശാവലികളെ പറ്റിയും കെട്ടുകഥകളെ പറ്റിയും അല്ലെ, തങ്ങളുടെ എന്താ പറയുക ട്രഡീഷനെ പറ്റിയും അല്ലെ, ഇപ്പോഴൊക്കെയാണ് വേറെ പല കാര്യങ്ങളെ പറ്റിയാ പറയുന്നത് അല്ലെ. ഇപ്പോഴത്തെ അന്നത്തെ കാലത്ത് ട്രഡീഷനെ പറ്റിയും അന്തമില്ലാത്ത വംശാവലികളെ പറ്റി ജീനിയോളജി അല്ലെ, അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് തങ്ങള് എബ്രഹാമിന്റെ മക്കളാണ്, എബ്രഹാമിന്റെ കാര്യവും ലോയിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ അല്ലെ, 7ാമത്തെ വാക്കിന് പറഞ്ഞിരിക്കുന്നത് ധർമ്മോപദേഷ്ടകന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. ധർമ്മോപദേഷ്ടകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ടീച്ചേഴ്സ് ഓഫ് ദ ലോ അല്ല, മോസസ് വഴി ദൈവം കൊടുത്തിരിക്കുന്ന ആ ലോയിന്റെ ടീച്ചർമാരായിരിക്കാൻ താല്പര്യപ്പെടുന്നവർ. പിന്നെ ലോയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടിരുന്നു അന്നത്തെ ചർച്ചകളല്ലേ അല്ലെ. ഇപ്പൊ ഇവിടെ ഈ എഫേഷ്യൻ ചർച്ചിനെ പറ്റിയും പറഞ്ഞിരിക്കും. ഇപ്പൊ അവിടെയുള്ള ടീച്ചർമാർ ഇങ്ങനെ പിന്നെ ലോയിലേക്ക് ലോ പഠിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന വ്യക്തികളായിരുന്നു എന്ന് പറയുക. നമുക്ക് ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ അതന്നെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, ലോയിലേക്ക് തിരിച്ചു പോകാൻ, അത് ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകാൻ കാണിക്കുന്ന ഒരു അല്ലെ. അപ്പൊ ന്യായപ്രമാണം മോശമായത് കൊണ്ടല്ല, പക്ഷെ ന്യായപ്രമാണം യേശുക്രിസ്തുവാണ് ന്യായപ്രമാണത്തിന്റെ അവസാനം അല്ലെ. വിശ്വസിക്കുന്നവർക്ക് ഉള്ള ന്യായപ്രമാണത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാല് യേശുക്രിസ്തു. റോമക്കെതിരെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുവാണ്, നമ്മള് യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തേക്ക് യേശുവിന്റെ മക്കളായിരിക്കുന്ന ആൾക്കാര് അവരുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട കാര്യം ഇതാണ്: ഒരു ശുദ്ധമായ ഹൃദയം, യേശുവിനെ പോലത്തെ ഒരു ഹൃദയം, നല്ല മനസാക്ഷിയും പിന്നെ എന്താ പറയുക ഒരു നിർവ്യാജമായിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഫെയ്ത്തും, ആ ഫെയ്ത്തിൽ നിന്നും വരുന്ന സ്നേഹം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞുപോലെ ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യമാണ്: ദൈവത്തിലുള്ള വിശ്വാസം അല്ല, യേശുവിലുള്ള വിശ്വാസം, അടിയുറച്ച വിശ്വാസം, ഒന്നും തന്നെ ഇളക്കാൻ വയ്യാത്ത തരത്തിലുള്ള വിശ്വാസവും, അതോടൊപ്പം തന്നെ സ്നേഹത്തിന് ദൈവം വളരെയധികം വില കൊടുക്കുവാണ് അല്ലെ. സ്നേഹിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് യേശുക്രിസ്തു. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളാണ് ആകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കൊരിന്ത്യർക്കകത്ത് ലേഖനത്തിലേക്ക് പോകും 13ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയാ പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് പറഞ്ഞിരിക്കുന്ന ഇതാ: സ്നേഹം ഇല്ലെങ്കിൽ വലിയ ഒരു കാര്യമില്ല. നമുക്ക് വലിയ പ്രോഫസി ഒക്കെ പറയാൻ അറിയാവുന്ന വ്യക്തികളാണെന്ന് വിചാരിച്ചു. സകല മിസ്റ്ററീസും അല്ലെ, നമുക്ക് ദൈവത്തിന്റെ സകല മിസ്റ്ററീസ് അറിയാവുന്ന വ്യക്തികളാണ്. നമുക്ക് ഭയങ്കര പ്രോഫസി ഒക്കെ പറയാൻ അറിയാവുന്ന വ്യക്തികളാണെങ്കിലും ഭയങ്കര വിശ്വാസം, മലയെ ഒന്ന് വിശ്വാസത്തുകൊണ്ട് മാറ്റുന്ന തരത്തിലുള്ള വിശ്വാസം അല്ലെ, ഭയങ്കര തരത്തിലുള്ള വിശ്വാസമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും സ്നേഹമില്ലെങ്കിൽ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അല്ലെ, ആ സ്നേഹമില്ലെങ്കിൽ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനോട് ഒരു ന്യായപ്രമാണത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഉപദേഷ്ടകൻ അല്ലെ, അദ്ദേഹത്തോട് വന്ന് പറയുന്നു, അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഏതാണ് ഏറ്റവും വലിയ വലിയ കൽപ്പന ഏതാണെന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു എന്താ ചെയ്യുന്നത് വെച്ചാൽ 10 കൽപ്പനകൾ അല്ലെ, ആ 10 കൽപ്പനകൾ രണ്ടായിട്ട് പകുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുവാണ്: നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ നിങ്ങൾക്കുള്ളത് കൊണ്ടെല്ലാം സ്നേഹിക്കുക അല്ലെ, നിങ്ങളുടെ മൈൻഡ് കൊണ്ട്, ഹൃദയം കൊണ്ട്, സോൾ കൊണ്ട്, നിങ്ങളുടെ ബോഡി കൊണ്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് കൊണ്ട് സ്നേഹിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക അല്ലെ. അപ്പൊ ദൈവം, യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവം പറഞ്ഞ ഇങ്ങനെയാ: നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക, നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക.
സ്നേഹത്തില് എല്ലാ ലോയും അടങ്ങിയിരിക്കും, എല്ലാ ലോയും ഫുൾഫിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്താ പറഞ്ഞിരിക്കുന്നത്. റോമകത്ത് ലേഖനത്തെ 13-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 8 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. റോമറിന്റെ 13 8 തൊട്ട് 10 വരെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അന്യനെ സ്നേഹിക്കുക എന്നുള്ളത് കൊണ്ട് എന്താ പറയുന്നത്, സകല ലോയും അവിടെ അന്യനെ സ്നേഹിക്കുമ്പോൾ സകല ലോയും അവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുക ചെയ്തിരിക്കുന്നത് അല്ലെ. പിന്നെ നമുക്ക് ഗലാത്യർക്കിലെ 5-ലും ദൈവം അങ്ങനെ 14-ാമത്തെ വാക്കിൽ അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒറ്റ കാര്യം നമ്മൾ ചെയ്യുവാണ് നമ്മൾ ലോ ഫുൾഫിൽ ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും, അപ്പൊ ലോന്റെ അടിയിലല്ലല്ലോ നമ്മൾ വരുന്നത്, പിന്നെ നമ്മളെങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നു അല്ലെ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾക്ക് ഫുൾഫിൽ ചെയ്യേണ്ടാത്ത ലോകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് കൊടുത്തിരിക്കുന്ന ആട്ടുകൊറ്റന്മാരെ എന്താ പറയുന്നത് കൊല്ലുമെന്നും ബലി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ യേശുവിൽ ഉള്ളൊരു ലോ ഉണ്ട്. യേശു ഒരു വ്യക്തിയുമാണ്, ഒരു സ്ഥലവുമാണ് അല്ലെ. യേശു ഒരു എന്താ പറയാ കിങ്ഡം തന്നെയാണ് അല്ലെ. യേശുവാണ് എല്ലാം അടങ്ങിയിരിക്കുന്ന യേശുവിലാണ്. അങ്ങനെ യേശുവിനൊരു എന്താ പറയുക ലോ ഒക്കെ ഉണ്ടല്ലോ അല്ലെ. ഒരു യേശു കിങ് ആണ്. അപ്പൊ യേശുവിന്റെ കിങ്ഡത്തിൽ ലോ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ എല്ലാവരും അഴിച്ചു വിട്ടേക്കുവാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഗ്രേസിന്റെ പീരീഡ് ഇപ്പം, അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്ന് അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലെ. നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലേ വരാതിരിക്കുന്നുള്ളൂ അല്ലെ. നമുക്കറിയാം ഇത് റോമക്ക് എഴുതിയ അതേ ലേഖനത്തിൽ തന്നെ നമ്മൾ 8-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 1-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്കിന്ന് കണ്ടംനേഷൻ ഇല്ല. ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾ, യേശുവിലായിരിക്കുന്ന വ്യക്തികൾ അവിടെ എന്താ പറയുക, അവർക്ക് കണ്ടംനേഷൻ ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഉണ്ട് അല്ലെ. അപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റ് ഗോഡ്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആരാ? യേശുക്രിസ്തുവിന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫോം ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്ന വ്യക്തികള്, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികള് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അനുസരിച്ചാണ് ജീവിക്കുന്നത്. അതാ അവർക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് മോചനം കിട്ടിയിരിക്കുന്നത്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് മാത്രമാണ് മോചനം കിട്ടിയിരിക്കുന്നത് അല്ലെ. പാപത്തിന്റെയും മരണത്തിന്റെയും എന്താ പറയാ പ്രമാണം, അത് യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയില് അത് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തെങ്കിൽ ഇന്ന് എന്താ പറയുക ആത്മാവിന്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചേ സാധിക്കത്തുള്ളൂ അല്ലെ. ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുമ്പോൾ ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു നീ ചെയ്യും. അതാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതാണ് യേശുക്രിസ്തുവിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ. ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇതാ യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക എന്നുള്ളത്. യേശു എന്തൊക്കെ പറഞ്ഞു അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള പ്രമാണം അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അല്ലെ. അപ്പൊ അവിടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. 10 കൽപ്പന എടുത്ത് നോക്കി അത് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കും. മറ്റുള്ളവന്റെ എന്താ പറയുക കാര്യങ്ങള് മോഷ്ടിക്കാൻ പോകുന്നവരാകാതിരിക്കുക അല്ലെ. മറ്റുള്ളവന്റെ ഭാര്യനെ കണ്ണുവെക്കുന്നവൻ ആകാതിരിക്കുക അല്ലെ. ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. അതൊക്കെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം യേശുക്രിസ്തു അല്ല വേറൊരു ദൈവം ഉണ്ടാകാൻ പറ്റത്തില്ല. യഹോവയും യേശുക്രിസ്തു ഒന്നാണ്. അപ്പൊ യഹോവയല്ല വേറൊരു ദൈവം ഉണ്ടാകരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക, മനസ്സറിഞ്ഞ് സ്നേഹിക്കുക, അതിനെപ്പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുക, ആ ഒരു 2 കാര്യങ്ങൾ മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അത് ഇന്നും നമ്മൾ പാലിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ ഞാൻ ലോയിന്റെ അടിയിലല്ല വരുന്നത്, ഞാൻ ന്യായപ്രമാണത്തിന്റെ അടിയിലല്ല വരുന്നത്. അതുകൊണ്ട് അതൊന്നും ഓൾഡ് ടെസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എനിക്ക് ബാധകമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലാൻ നമുക്ക് സാധിക്കത്തില്ല അല്ലെ. അങ്ങനെ ദൈവത്തിന് മുമ്പിലേക്ക് ചെല്ലാൻ സാധിക്കത്തില്ല. നമുക്ക് പാപത്തുള്ള പരിഹാരം യേശുക്രിസ്തു കണ്ടെത്തി എന്നുള്ളൂ. അത് സകലം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, അനുസരിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവന്റെ ഭാര്യയെ മോഷ്ടിക്കുക, അവൻ അഡൾട്ടറി ചെയ്യാൻ വേണ്ടി പോകരുത്. അങ്ങനെ പല കാര്യം ദൈവം പറയുമ്പോൾ അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉള്ള വ്യക്തികൾക്കുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അല്ലെ. അതല്ല, ദൈവം മാറുന്നില്ല, ഒരിക്കലും ദൈവം മാറുന്നില്ല. പാപത്തിൽ നിന്ന് മോചനം കിട്ടി മരിച്ചവരായിരുന്നവർ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടവരാണ്. നമ്മൾ ഒരു എന്താ പറയുക, ഇനിയിപ്പോ ഒരു ന്യായപ്രമാണത്തിന് കീഴിൽ വരുന്ന
ബലികളൊന്നും ചെയ്യാൻ പോകണ്ട. അതൊക്കെ യേശു ക്രിസ്തു ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അവൻ തന്നെയാണ് ബലിയാടായി തീർന്നവൻ അല്ലെ. ആ കാര്യങ്ങളൊക്കെ ദൈവം യേശു ക്രിസ്തു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളത് യേശുവിൽ ഉള്ള പ്രമാണം, അത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അല്ലെ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പ്രമാണം അല്ലെ. അത് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഒരു പ്യുവറായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം, അത് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഡോക്ടറിൻ അല്ല എങ്കിൽ നമ്മൾ കേൾക്കുന്നതെങ്കിൽ അല്ലെ, അത് അങ്ങനെയുള്ള ഡോക്ടറിൻ അല്ല. നീ മറ്റുള്ളവരെ സ്നേഹിക്കണം, നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കണം അല്ലെ എന്ന് പറയുന്ന തരത്തിലുള്ള ഡോക്ടറിൻ അല്ല നമ്മൾ കേൾക്കുന്നതെങ്കിൽ, നിന്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം അല്ലെ. നിന്റെ ദൈവം പറയുന്ന അനുസരിച്ച്, യേശുക്രിസ്തു പറയുന്ന അനുസരിച്ച് മാത്രമേ നീ ജീവിക്കാവുള്ളൂ. നീ നിന്നെ സ്നേഹിക്കാൻ പോകരുത് എന്ന് വെച്ചാൽ, നീ നിന്നെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ വെറുക്കാൻ ദൈവം ഒരിക്കൽ പോലും പറയുന്നില്ല അല്ലെ. യേശുക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു അതേ കണ്ണുകൊണ്ട് നമ്മളെ സ്നേഹിക്കുക. പക്ഷെ നമ്മളുമായിട്ട് നമ്മൾ തന്നെ സ്നേഹത്തിലാകരുത്. ഞാൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുമായിട്ട് നമ്മൾ തന്നെ സ്നേഹത്തിലാകുമ്പോൾ നമ്മൾ സ്വാർത്ഥരായി പോകും. എനിക്ക് എല്ലാ കാര്യവും വേണം എന്നുള്ള ഒരു തീരുമാനമൊക്കെ നമ്മളങ്ങ് എടുത്തിട്ട് അങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കുക. അതാണ് ഈ ലോകത്തുള്ള മനുഷ്യർ ചെയ്യുന്നത് അല്ലെ. എനിക്കെല്ലാം വേണം, ഞാനാണ് വലിയവൻ, എനിക്ക് എന്റെ വാക്കിനാണ് വിലയുള്ളത് അല്ലെ, ഞാൻ പറയുന്ന എല്ലാരും കേൾക്കണം, എനിക്ക് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവത്തിലേക്ക് മാറും. നമ്മളുമായിട്ട് സ്നേഹത്തിലാണ്. പക്ഷെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കുവാണെങ്കിൽ അല്ലെ, ദൈവം നമ്മളെ ഇങ്ങനെയാണ് സ്നേഹിക്കുന്നത്, എന്താ പറയുക, തന്റെ പുത്രനെ തന്നിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്ന, പുത്രനെ പോലെ നമ്മളെ ആക്കി തീർക്കുക എന്നുള്ള ദൈവത്തിന്റെ സ്നേഹം, നമ്മളോടുള്ള സ്നേഹം. അപ്പോ നമ്മള് യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്ന രീതി, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന രീതി നമ്മളെ സ്നേഹിക്കുവാണെങ്കിൽ, യേശുവിനെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയുള്ള ഒരു ത്വര, ഒരു ആക്രാന്ത, ഒരു ഹങ്കർ അല്ലെ, അത് നമ്മുടെ ഉള്ളിലുണ്ടാവും. എനിക്ക് അവനെ പോലെ ആയിത്തീരണം, എനിക്ക് എന്തെന്ന് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് അവന്റെ ഒപ്പം ആയിരിക്കണം അല്ലെ. പോള് പറഞ്ഞ പോലെ എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല, എനിക്ക് അവന്റെ കൂടെ ഉണ്ടായിരിക്കണം, എന്നെ അവനില് എന്താ പറയാ കണ്ടെത്തണം അല്ലെ, എനിക്ക് അവനിലായിരിക്കണം എന്ന് പോള് പറഞ്ഞ പോലെ നമ്മളും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ. നമ്മളെ യേശുക്രിസ്തു സ്നേഹിക്കുന്നത് അതേപോലെ നമ്മളെ തന്നെ സ്നേഹിക്കുക, അല്ലെങ്കിൽ സ്വാർത്ഥരായി പോകും അല്ലെ. ഇവിടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, ആ പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം അല്ലെ, അടിയുറച്ച ഒരു വിശ്വാസത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹം, അങ്ങനെയുള്ള സ്നേഹമുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മളെ പഠിപ്പിക്കാത്ത തരത്തിലുള്ള ഏതെങ്കിലും ഡോക്ടറിനാണ് നമ്മൾ ചർച്ചയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ തരണമെങ്കിൽ അതിന്റെ പുറകെ പോകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ അങ്ങനെയും നമ്മളെ പഠിപ്പിച്ച് മനുഷ്യൻ, ദൈവത്തിന്റെ മക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന തരത്തിലുള്ള ഡോക്ടറിന് ഒരുപാട് ഉണ്ട് ഈ ലോകത്തിൽ അല്ലെ എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതാണല്ലോ 1 തിമോത്തിയുടെ തന്നെ 4-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. പലരും അല്ലെ, പല തരത്തിലുള്ള ഡോക്ടർ നമ്മുടെ അടുത്തേക്ക് വരുന്നു, അതിലൊക്കെ വിശ്വസിച്ച് പലരും എന്താ പറയുക, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുക തന്നെ ചെയ്യും എന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് സൂക്ഷിക്കുക അല്ലെ, നമ്മൾ യേശുക്രിസ്തുവിൽ ഉറച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. നമ്മള് കേൾക്കുന്ന ഡോക്ടർ അല്ലെ, മറ്റുള്ളവർ നമ്മളെ പഠിപ്പിക്കുന്ന ഡോക്ടറിൻ, അത് ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല മനസ്സിലാക്കണം, നമുക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അതിനുവേണ്ടി ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഉണ്ടാകട്ടെ അല്ലെ. ദൈവത്തിന്റെ വചനം ഒരുപാട് ഉണ്ടാകട്ടെ. നമ്മള് യേശുക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കട്ടെ. അതാണ് എനിക്കിത് പറയാനുള്ളത് അല്ലെ. സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളാണ്. പരിശുദ്ധമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം, പരിശുദ്ധമായിട്ടുള്ള ഹൃദയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കപ്പെടട്ടെ അല്ലെ. നമ്മള് എന്താ പറയുക, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളായിട്ട് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നവരായിരിക്കട്ടെ, യേശുക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. സമയത്ത് നന്ദി പറയുന്നത് കർത്താവേ. Thank you, Jesus, Master. Praise your holy name, Master God. Worship you, Maria. Thank you so much, കർത്താവേ. Thank you, Jesus, Father. അങ്ങനെ പോലെ ആയിത്തീരാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തടന്ന് അപേക്ഷിക്കുന്നു. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തടന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ ഹൃദയം, അങ്ങയുടെ മനസ്സും ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ കർത്താവ്, ലോർഡ് ഫാദർ ഗോഡ്. പലതരത്തിലുള്ള ഡോക്ടേഴ്സ് ഞങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ കർത്താവ്, ലോർഡ് ഫാദർ ഗോഡ്, അത് ഏതാണ് വ്യാജമെന്നും കർത്താവ് ഏതാണ് നല്ലതെന്നും മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തടന്ന് അപേക്ഷിക്കുന്നു. അതിനുവേണ്ടി ഒരുപാട് വചനത്തിൽ ഞങ്ങൾ പേരൊന്നിയവരായിരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലത് മാത്രം അവർക്കുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കേട്ടെ, ഞാൻ ദൈവത്തിനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.